عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. നമുക്ക് വളരണം, ഉയരണം, ലോകത്തോടൊപ്പം സഞ്ചരിക്കണം. അതിനു വേണ്ടത് നല്ല വായനയാണ്. വായന നൽകുന്ന വെളിച്ചം, ഒരു വിശാലത, ഒരു പ്രകാശം, അത് അവർജനീയമാണ്, അവാച്യമാണ്, വിവരിക്കാൻ തന്നെ സാധ്യമല്ലല്ലോ. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിയുടെ കവിത പ്രസിദ്ധമല്ലേ? അതെ, മലയാളത്തിൽ തന്നെ എത്ര എഴുത്തുകാർ, വായനയുടെ ശില്പികൾ, മനോഹരമായ ചരിത്രാധ്യായങ്ങളിലൂടെയല്ലേ അവർ നോക്കിക്കാണുന്നത്. സാഹിത്യ സാമ്രാട്ടുകൾ ഈ മലയാളത്തിന് പുതുമയല്ല എങ്കിൽ അഖില ലോക തലത്തിൽ തന്നെ വായനയുടെയും എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മേഖലയിൽ രാജിച്ച എത്ര മിടുമിടുക്കരെയും യോഗ്യരെയും ഉന്നതന്മാരെയും വായിക്കാൻ കഴിയും. ഇരിക്കട്ടെ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണല്ലോ അതിൻ്റെ വിവക്ഷ. വിശുദ്ധ ഖുർആനിലെ ആയിരക്കണക്കിന് സൂക്തങ്ങളിൽ, ലക്ഷക്കണക്കിന് തത്വങ്ങളിൽ ഏറ്റവും ആദ്യമായി ലോകത്തിന് ഖുർആൻ നൽകിയ തത്വം, ഒരു സിദ്ധാന്തം, ഒരു സന്ദേശം എന്തായിരുന്നു? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നല്ലേ? അങ്ങ് വായിക്കൂ, അങ്ങ് പാരായണം ചെയ്യൂ എന്നായിരുന്നു. അതെ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെ ജീവിതത്തിൽ ചെയ്യേണ്ട നിരവധി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ ആദ്യമായി വിശുദ്ധ ഖുർആൻ ലോക സമൂഹത്തിനോട് ആജ്ഞാപിക്കുന്നത്, പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകനിലേക്ക് വഹിയായി എത്തുന്നത് ഇഖ്റ എന്നായിരുന്നു. ഖുർആൻ അവിടെ പറയുന്നുണ്ട്, ബിസ്മി റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തിൽ. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ആ നാഥൻ്റെ നാമത്തിലാണ് വായിക്കേണ്ടത്. സൃഷ്ടിവൈഭവം നടത്തിയ സൃഷ്ടിവൈഭവത്തിൻ്റെ മഹത്വവും അതിൻ്റെ തിളക്കവുമൊക്കെ, അതിൻ്റെ പഠന താല്പര്യവും അതേ സൂക്തത്തിൽ തന്നെ ഖുർആൻ പറയാം. അല്ലാഹു പറയുന്നുണ്ട്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച സൃഷ്ടിനാഥൻ എന്ന്. അതെ, പേനയുടെയും മഷിയുടെയും വരകളുടെയും പ്രാധാന്യം ഖുർആൻ വരികളിലൂടെ നമുക്ക് ആദ്യം തന്നെ വായിക്കാൻ കഴിയുമ്പോൾ, വായനയെക്കുറിച്ച് ലോക സമൂഹത്തെ ഇത്രയേറെ ഉത്ബോധിപ്പിക്കുന്ന വരികളോ സൂക്തങ്ങളോ ഒരു ഗ്രന്ഥമോ ലോകത്ത് മറ്റൊരിടത്തും വേറൊന്നും കാണാൻ സാധിക്കില്ല, കഴിയില്ല എന്ന് ഉറപ്പല്ലേ? അതെ, ഈ ഖുർആൻ ഇന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആൻ പാരായണം എപ്പോഴും ഇവിടെ നടക്കേണ്ടതാണല്ലോ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. നിശ്ചയം അല്ലാഹുവിൻ്റെ കിതാബ്, ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവർ, അവർക്ക് നൽകിയിൽ നിന്ന് സമ്പത്ത് ചെലവാക്കുന്നവർ, വിനിയോഗിക്കുന്നവർ, എന്തൊക്കെയുണ്ട്? ഖുർആൻ ഇത് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ യർജൂന തിജാറത്തൻ തബൂർ, നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് ആഗ്രഹിക്കുന്നത്. അതെ, അനുഷ്ഠാനങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥം അതിങ്ങനെ പാരായണം ചെയ്യപ്പെടേണ്ടതാണ് എന്ന തത്വം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശവും ആഴങ്ങളിലേക്കുള്ള അതിൻ്റെ അജ്ഞാശക്തിയും ലോകത്തെ ചിന്തകന്മാരെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പല എഴുത്തുകാരും ശാസ്ത്രപടുക്കളും ഇതര സമുദായത്തിൽപ്പെട്ടവർ പോലും, ചിന്തിക്കാൻ കഴിവുള്ളവർ, ഖുർആൻ്റെ ആശയങ്ങളെ അകലെ നിന്നും അടുത്തു നിന്നുമൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ചപ്പോൾ അവർ അത്ഭുതത്തോടെയാണ് അതിനെ വർണ്ണിക്കുന്നത്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, ഈ ഗ്രന്ഥത്തിൽ നാം ഒന്നും
ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടിത് ജനങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? ഖുർആന്റെ ആളുകൾ പോലും ആലോചിക്കണമല്ലോ. അഫയതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആൻ അവരാലോചിക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങളിൽ വല്ല പൂട്ടും വീണിട്ടുണ്ടോ? ഖുർആന്റെ ഈ ചോദ്യത്തിൽ അതിശക്തമായ ഗൗരവാഹമായ ചില ആശയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഖുർആൻ വായിക്കണം, പഠിക്കണം, ആലോചിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിലും ആലോചനയ്ക്ക് വാതായനം തുറന്നത് ഖുർആനല്ലേ? വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനത്തിൽ തന്നെ എഴുത്തും വായനയും സൃഷ്ടിപ്പും ഒക്കെ വിവരിച്ചുവെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടന, ലോകത്തിന്റെ ഘടന, സാമൂഹ്യ ബോധം, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, പ്രപഞ്ചനാഥൻ, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ ആലോചിച്ചാൽ ആലോചിക്കുന്നവർക്ക് ഹൃദയത്തിൽ പരിവർത്തനം തന്നെ ഉണ്ടാകുമല്ലോ. പ്രവാചകന്റെ അനുഭവങ്ങൾ ഒന്ന് നമുക്കെടുക്കാം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഫജറിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ അറിയിപ്പുമായി ഞാൻ ചെന്നപ്പോൾ അവിടുന്ന് കരയുന്നത് കാണുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങേ കരയിപ്പിച്ചത് എന്താണ് പ്രവാചകരെ? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ വീഴ്ചകളിൽ നിന്നും അള്ളാഹു അങ്ങയെ സംരക്ഷിച്ചിട്ടില്ലേ? അത് ചെറുതു വലുതുമായ ഒരു ദോഷമൊന്നുമില്ലല്ലോ, പിന്നെന്താണ് ഈ കരച്ചിൽ എന്നായിരുന്നു ചോദ്യം. പ്രവാചകരുടെ മറുപടി എന്താ? ഈ രാത്രി എനിക്കൊരു ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് ചിന്തിക്കാതെയാണ് പാരായണം ചെയ്യുന്നവർ, അവർക്ക് നാശം. ഏതാണ് ആ ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ രാത്രി പകലുകളുടെ വ്യതിയാനങ്ങളിലും ലആയാത്തിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മുടെ ചിന്ത അതിങ്ങനെ തടഞ്ഞു വെക്കേണ്ടതല്ല, മന്ദബുദ്ധികളായി കഴിയേണ്ടതല്ല. പിന്നെ ആലോചനകൾ കൊണ്ട് നമ്മുടെ ബുദ്ധിയെ വർണ്ണാഭമാക്കണം. അതെ, ആലോചനയും ബുദ്ധിയുടെയും ഒക്കെ വികാസം അതെങ്ങനെ നടക്കും? അതിനാണല്ലോ വായന. അപ്പോൾ വായനാ ദിനം PN പണിക്കരുടെ നാമത്തിലാണ് അത് അറിയപ്പെടുന്നത്. അതേപോലെ നൂറുകണക്കിന് സാഹിത്യകാരന്മാർ നമ്മുടെ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും അഖില ലോകതലത്തിലുമൊക്കെ ഉണ്ടല്ലോ, എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടല്ലോ. പിന്നെ അവരൊക്കെ വായിക്കാനും പഠിക്കാനും ചിന്തിക്കുവാനും ധാരാളം അവസരം കണ്ടിട്ടുണ്ടെങ്കിൽ വായിക്കുക, ആലോചിച്ചു കൊണ്ടിരിക്കുക. ഖുർആൻ വായിക്കുമ്പോൾ ഖുർആന്റെ ആകർഷണ ശക്തി അതൊരു അത്ഭുതം തന്നെയാണ് എന്നതായിരുന്നു അവസോടിൽ നാം സൂചിപ്പിച്ചത്. ഇസ്ലാമിലേക്ക് ആയുധം കൊണ്ടല്ലല്ലോ, വേറെ ഭീഷണി കൊണ്ടോ ഭീകരവാദം കൊണ്ടല്ലല്ലോ, പിന്നെ വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങളിലേക്ക് ആണ് ആകർഷണമുണ്ടായത്. അതെ, അപ്പോൾ നാം വായിക്കുക, നല്ല സാഹിത്യങ്ങൾ വായിക്കണം, നല്ല രചനകൾ വായിക്കണം, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കണം. സമയങ്ങൾ വിനഷ്ടമാക്കാതെ നമ്മുടെ യുവതലമുറ ഇതിന് പ്രേരകമായി തീരേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ വായിച്ചു വളരണം. സ്ത്രീ സമൂഹത്തിലും വായന വികസിപ്പിക്കേണ്ടതുണ്ട്, അറിവുകൾ നേടേണ്ടതുണ്ട്. ഗാർഹിക ആവശ്യങ്ങളും വീട്ടിലെ പണികളുമൊക്കെ ഉണ്ട്. എന്നാലും കിട്ടുന്ന സമയങ്ങളൊക്കെ വായനയ്ക്ക് സ്ത്രീ സമൂഹം തയ്യാറാകട്ടെ. കണ്ടില്ലേ, കേരളത്തിൻ്റെ കവിയത്രി, ഒരു മധവിക്കുട്ടിയായിരുന്ന സഹോദരി, ലോകപ്രശസ്തയല്ലേ, എഴുത്തുകാരിയല്ലേ, സാഹിത്യകാരിയല്ലേ, സാഹിത്യ കുടുംബത്തിലല്ലേ ജനനം. അവർ കമലാ സുരയ്യായി മാറി. വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച് സട്ടാവണ കണ്ടെത്തിയത് അവരുടെ സാഹിത്യ കഴിവും വായനയുടെ കഴിവും തന്നെയാകാം. അതാ മുസ്ലിം ലോക ചരിത്രത്തിൽ ഇത്തരം മഹദികളുടെ ഏടുകൾ വളരെ മനോഹരമാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി ആയിഷ ബീവി ബുദ്ധിമതിയായിരുന്നല്ലോ, വിവരസ്ഥയായിരുന്നല്ലോ. ആയിഷ ബീവിയുടെ വിവാഹം തന്നെ അവരിലൂടെ വിവരവും വിജ്ഞാനവും ലോകത്തിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യവും പുന്നാര നബിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ സാഹിത്യ ശൈലിയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചുമൊക്കെ പല മഹാന്മാരും വചാരമായി സംസാരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ ബീവിയേക്കാൾ സാഹിത്യ സമ്പുഷ്ടവും ചിന്തനീയമായ മനസ്സിനെ കീഴടക്കുന്നതുമായ വചനങ്ങൾ പറയുന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഹദീസിന്റെ വ്യാകരണ ഗ്രന്ഥങ്ങൾക്ക് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഇബ്നുൽ ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ വിവിധ കഴിവുകളെ കുറിച്ച് പറഞ്ഞു. വൈദ്യശാസ്ത്രത്തിൽ കഴിവുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കാണാം മഹദി വലിയ ഒരു കവിയത്രിയായിരുന്നു എന്ന അർത്ഥത്തിൽ. അതെ, അവരുടെ കവിതകളൊക്കെ
വളരെ ലോക പ്രശംസ നേടിയിട്ടുണ്ട് എങ്കിൽ, സാഹിത്യത്തിൽ വളരെ മിടുക്കൊണ്ടിരുന്നെങ്കിൽ, മൂസബിനു തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, മറഅയ്തു വഹദൻ അഫ്സഹ മിൻ ആയിഷ, ആയിഷ ബീവിയേക്കാൾ സാഹിത്യം മികവുള്ള വേറൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ വനിതകൾ, സ്ത്രീരത്നങ്ങൾ, കുടുംബിനികൾ, നമ്മുടെ പെൺമക്കൾ, അവരുമൊക്കെ വായിക്കണം. വായനയിൽ യുവതലമുറ വായനാശീലം വളർത്തണം. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗം വളരെ വികസനം പ്രാപിച്ചിട്ടുണ്ട്. അതിനൊന്നും നാം തള്ളിപ്പറയുന്നത് ഇഖ്റ എന്നതിൻ്റെ വ്യാപ്തിയിൽ അതൊക്കെ വന്നേക്കാം. എന്തായാലും വായിക്കുക, ലോകത്തെ വായിക്കുക, സനാന മൂല്യങ്ങളിലേക്ക്. ഈ വായനയിലൂടെ ലോകത്തിൻ്റെ രക്ഷിതാവിനെ കണ്ടെത്തുക. അത് മോറിസ് ബുക്കായിൽ നാം കണ്ടത്. അദ്ദേഹം വായിച്ച് അവസാനം വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു, സൃഷ്ടാവിൻ്റെ ഉൾക്കൊണ്ടു വിശുദ്ധ ഖുർആന്. പിന്നീട് അദ്ദേഹം പ്രശംസാർഹമായൊരു വിവർത്തനം എഴുതി കാണാൻ കഴിഞ്ഞെങ്കിൽ, അതെ, വായനയിലൂടെ അറിവ് നമുക്ക് നേടാം. ആ അറിവും വായനയും ലോകത്തിൻ്റെ സൃഷ്ടാവിലേക്ക് സമൂഹത്തെ എത്തിക്കുകയാണ്. ജഗന്യന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി